നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊള്ള വിവാദം പല തലങ്ങളിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അത് പത്മകുമാർ വഴി ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരിൽ വരെ വന്നു നിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ എന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് ഇതുവരെ ഈ അന്വേഷണത്തിൻ്റെ കറുത്ത നിഴൽ ഇതുവരെ എത്തിയിട്ടില്ല. കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കാമെന്ന് പറയുന്നു. പക്ഷേ ശബരിമല തന്ത്രിമാരായ കണ്ഠരര് മോഹനരെയും കണ്ഠരര് രാജീവരെയും SIT ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അവിടെ മൊഴി എടുത്തിട്ടുണ്ട്. തന്ത്രി പറയുന്നത് ശബരിമലയിലെ ആ സ്വർണ്ണപ്പാളിയിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു വന്നതിനാൽ അത് വീണ്ടും സ്വർണം പൂശാനായി താൻ അനുമതി നൽകി എന്നാണ്, ദൈവഹിതം നോക്കി അനുമതി നൽകി എന്നാണ് പറയുന്നത്. പക്ഷേ മുരാരി ബാബു അത് തൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാക്കി മാറ്റിയപ്പോൾ ചെമ്പ് തെളിഞ്ഞു വന്ന് സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു വന്നു എന്നില്ല, സ്വർണ്ണപ്പാളി പൂശാൻ തന്ത്രി അനുമതി നൽകി എന്ന് മാത്രമാണെന്നാണ് ഇപ്പോൾ തന്ത്രി രാജീവര് പറഞ്ഞിരിക്കുന്ന മൊഴി. എന്തായാലും രാജീവര് ഏറെക്കാലം ശബരിമല തന്ത്രിയായിട്ട് ഓരോ ടൈമിലും സീസണിലൊക്കെ അവിടെ കൃത്യമായി അവിടെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പക്ഷെ വന്നെങ്കിലും ഈ മൊഴി എടുത്തതിനപ്പുറം ഒരുപാട് താമസിച്ചു. അതെ, ഒരുപാട് താമസിച്ചു. തന്ത്രിയിലേക്ക് എത്താൻ ഒരുപാട് താമസിച്ചു. ഇനി അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ അതിനും ഒരുപാട് തടസ്സങ്ങൾ, മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കാനാകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശരിക്കും ആരാണ് കുറ്റം ചെയ്തത്? ഇതേ പത്മകുമാർ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ്. പക്ഷേ കണ്ഠരര് രാജീവര് പറയുന്നത് അങ്ങനെയല്ല, താനല്ല പരിചയപ്പെടുത്തിയത്, ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയായി വന്ന വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. ആകെ അടിമുടി ദുരൂഹമാണ് ഇപ്പോൾ കാര്യങ്ങൾ. വീണ്ടും കുഴഞ്ഞു മറിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. SITക്ക് തന്ത്രി കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും ഭയമാണോ എന്നാണ് ഏറ്റവും ഒടുവിലായി ഭക്തർ ചോദിക്കുന്ന ചോദ്യം. നമ്മളെ മീഡിയയിൽ ഇതുവരെയും വരാത്തൊരു കാര്യവും SIT ശ്രദ്ധിക്കാത്തൊരു കാര്യവും ഈ കേസിലെ ഒന്നാം പ്രതിയെ പറ്റിയിട്ടാണ്. ഈ ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായെങ്കിൽ, കട്ടള വിവാദം ഉണ്ടായാൽ ശബരിമലയുടെ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറയുന്ന ആ ശ്രീകോവിലിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ശബരിമലയിലെ മേൽശാന്തിയാണ്. മേൽശാന്തിയിലാണ് ഇതിൻ്റെ താക്കോല്. അങ്ങനെയല്ല ധാരണ. തന്ത്രിയാണ് എല്ലാം അല്ല, അങ്ങനെയല്ല. ഈ അമ്പലത്തിൽ നേരത്തെ അമ്പലം കൊള്ളയടിക്കപ്പെടുകയും തീ വയ്ക്കപ്പെടുകയൊക്കെ ചെയ്തല്ലോ. അതിനുശേഷം ശബരിമലയിൽ ഒരു പുറപ്പെടാശാന്തി വേണമെന്ന് പറയും. ഈ പുറപ്പെടാശാന്തി എന്ന് പറയുന്ന ആൾ അയ്യപ്പൻ്റെ രക്ഷയ്ക്കും അയ്യപ്പൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പുറപ്പെടാശാന്തിയായിട്ട് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ സന്നിധാനത്ത് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ, അതായത് അവിടെ രണ്ട് നിറയുണ്ട് പ്രധാനപ്പെട്ടത്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സന്നിധാനവും അപ്പുറത്ത് മാളികപ്പുറമുണ്ട്. മാളികപ്പുറത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് എടുക്കുന്നില്ല. ഈ ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുന്ന് പടിയിറങ്ങിപ്പോയ മേൽശാന്തിയാണ്. ആ അദ്ദേഹത്തെ കൃത്യമായിട്ട് അന്വേഷിക്കണം. അദ്ദേഹം അറിയാതെ അവിടുന്ന് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ മുഖപ്പ്, അതായത് അതിൻ്റെ കവറിങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എടുത്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അത് കണ്ടിട്ട് അയാൾ മിണ്ടാതിരുന്നിരിക്കും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. മോഷണത്തോടൊപ്പം തന്നെ കുറ്റകരമാണ് അതിനെ അബറ്റ് ചെയ്യുക എന്നുള്ളത്, അതിന് വഴിയൊരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഒളിച്ചു വയ്ക്കുക എന്നുള്ളത്. അയാളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചത് അയാളെ അറസ്റ്റ് ചെയ്യാത്തത് ഈ ശബരിമലയുടെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആയതിനു ശേഷം ചോദ്യം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. യഥാർത്ഥത്തിൽ മേൽശാന്തിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ, അയാളത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം വെളിവാകും. കാര്യം അയാൾ ഒന്നിൽ പ്രതിയാണ്, അല്ലെങ്കിൽ കൂട്ടുപ്രതിയാണ്, അല്ലെങ്കിൽ മാപ്പുസാക്ഷിയാവണം. അപ്പോൾ തന്ത്രിക്ക് അവിടെ വേറെ ഉത്തരവാദിത്വം. മേൽശാന്തി പുതുതായിട്ട് ചാർജ് എടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് താക്കോൽ ഉൾപ്പെടെ നൽകിയാണ് ചാർജ് എടുക്കുന്നത്. അതിൻ്റെ താക്കോൽ, അതായത് നമ്മൾ കീ മാൻ എന്ന് പറയുന്ന ആൾ, അതിൻ്റെ താക്കോൽ സംരക്ഷകൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ മേൽശാന്തിയായിരുന്നു. എന്തുകൊണ്ട് SIT ഇതുവരെയും മേൽശാന്തിയെ ചോദ്യം ചെയ്തില്ല? ഒരു വർഷത്തേക്കല്ലേ മേൽശാന്തി വരുന്നുള്ളൂ. അപ്പോൾ എന്ത് വിശ്വാസത്തിലാണ് ഓരോ വർഷം ഈ മാറ്റുകയാണ്? മാത്രമല്ല, ഈ മേൽശാന്തിയെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഇകഴ്ത്തുകയല്ല,
ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയത്തിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെ അടുത്താണ് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അയ്യപ്പൻ്റെ ഒരു സെക്യൂരിറ്റിയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മേൽശാന്തി എന്നുള്ളൊരു പദവിയിൽ നിന്ന് ഞാൻ ഇകഴ്ത്തി പറയല്ല. അയ്യപ്പൻ്റെ പൂർണ്ണ സുരക്ഷയും കൂടെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് 12 മാസവും ശമ്പളം കൊടുക്കുന്നത്. പിന്നെ അവിടെ തന്ത്രിക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കുടീരം വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. തന്ത്രി കുടുംബത്തിന് ഇരുന്ന് പിരിക്കാനാണ്. തന്ത്രിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ ഇതുവരെയും കണ്ടിടത്തോളം തന്ത്രിക്ക് ഒരു അമ്പലത്തിൽ ദിവസവും കാര്യമൊന്നുമില്ല. അത് മേൽശാന്തി നോക്കിക്കോളും. ഈ ശാന്തിപ്പണി തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ശാന്തി എന്നുള്ള വാക്ക് വന്നത് തന്നെ നമ്മൾ കേരളത്തിൽ ശാക്തേയ പൂജ നടത്തിയിരുന്നപ്പോഴത്തേക്ക് വിഗ്രഹങ്ങളുടെ ചൈതന്യം വർദ്ധിക്കുകയും അത് പ്രത്യേകിച്ചും കളരി സമ്പ്രദായത്തിലേക്കുള്ള ഇത് വർദ്ധിച്ചപ്പോഴത്തേക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് വിഗ്രഹ ചൈതന്യം പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് ശാന്തിപ്പണി തുടങ്ങിയത്. അതായത് വിഗ്രഹ ചൈതന്യം കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ശാന്തിയുടെ പണി, കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു ന്യൂക്ലിയർ പ്ലാന്റിലൊക്കെ നമ്മൾ ഒരു കൺട്രോൾ വെക്കുന്ന മാതിരി ഇതിൻ്റെ ചൈതന്യം കൂടിപ്പോകാതിരിക്കാനാണ് ശാന്തി അവിടെ വെച്ചേക്കുന്നത്. ഈ തന്ത്രി എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇത് ഈ ശബരിമല, ഈ പന്തളത്ത് അയ്യപ്പൻ്റെ അച്ഛൻ എങ്ങനെയാണ് ആന്ധ്രയിൽ നിന്ന് തെലുങ്കന്മാർ വന്നിട്ട് ഇവിടുത്തെ അച്ഛനാണ് തന്ത്രിയാണെന്നും പറഞ്ഞുകൊണ്ട് താഴ്മൺ കുടുംബത്തിന് ഇവിടെ എന്താ കാര്യം? സത്യം പറഞ്ഞാൽ താഴ്മൺ കുടുംബത്തിൽ ശബരിമലയ്ക്ക് ഒരു കാര്യവുമില്ല. അപ്പോൾ പറയാം പരശുരാമൻ കൊണ്ടുവന്ന്, പരശുരാമൻ വന്നിട്ട് കാലം എത്രയായി, അയ്യപ്പൻ വന്നിട്ട് കാലം എത്രയായി, ശബരിമല വന്നിട്ട് കാലം എത്രയായി. പരശുരാമൻ ഞങ്ങൾ ഏൽപ്പിച്ചതാണ്. ഈ ശബരി എന്ന് പറയുന്ന ശബരിമല തന്നെ വരുന്നത് പിന്നെ ശബരിയുടെ കാലം പോലും നമുക്ക് പഴക്കത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ രാമായണത്തിൻ്റെ സമയമാണ്. അപ്പം പരശുരാമൻ പോയിട്ടാണ് രാമൻ വരുന്നത്. ആ പരശുരാമൻ എങ്ങനെയാണ് വന്ന് ആന്ധ്രയിൽ നിന്ന് താഴ്മൺ പോറ്റിയും കൊണ്ട് ഇവിടെ പിന്നെ താഴ്മൺ മഠത്തിൽ നിന്നുള്ള തന്ത്രിയും കൊണ്ട് ശബരിമലയിൽ തന്ത്രം ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. ഈ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം വരുമ്പോഴാണ് തന്ത്രി എവിടെ ഉണ്ടെന്ന്. അല്ല, അത് ഈ തന്ത്രിയുടെ ആ ഒരു കാര്യം നമ്മളെ വാർഷിക ഉത്സവം എന്ന് പറയുമ്പോൾ അതല്ല, ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ആ വിഗ്രഹത്തിന്റെ ചൈതന്യത്തിന് നഷ്ടം കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായെങ്കിൽ ആ ശുദ്ധി കലശം ചെയ്യുക. പിന്നെ ചൈതന്യത്തിന് കുറവുണ്ടായിട്ട് തോന്നുകയാണെങ്കിൽ ചൈതന്യം ചെയ്യുക. ശബരിമലയിൽ ആദ്യം ഒരു ദേവപ്രശ്നം വയ്ക്കണം. ഈ തന്ത്രിയും കുടുംബവും ഇവിടെ വേണോ എന്നുള്ളതായിരിക്കണം ആ ദേവപ്രശ്നത്തിന്റെ ആദ്യത്തെ ചോദ്യം. അത് അയ്യപ്പന് ഹിതകരമാണോ? ഈ തന്ത്രി എന്ന് പറയുന്ന ആൾക്ക് ഇയാൾക്ക് പൂജ അറിയത്തില്ല, മന്ത്രം അറിയത്തില്ല എന്ന് പണ്ട് പരിപൂർണസ്വാമി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര തമാശയാണ് തോന്നുന്നത്. ഇത്രയും നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാൾ പറയാം, ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയിരുന്നു, ഐസ് കട്ടയിൽ പെയിൻ്റ് അടിക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ. ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണ്ണം ഒരിക്കലും പൂശേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2 നമ്മളെ A4 സൈസ് പേപ്പറിൻ്റെ കനത്തിലുള്ള സ്വർണ്ണപ്പാളിയാണ് അതിൻ്റെ പുറത്ത് പതിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മാലയുടെ കനം ഉണ്ടാവും, അതിൻ്റെ ആ ഒരു ചെറിയൊരു മാലയുടെ കനം ഉണ്ടാവും. അത് നമ്മൾ ആരെങ്കിലും സ്വർണ്ണം പൂശാറുണ്ടോ? ആ സ്വർണ്ണത്തിൻ്റെ പ്രത്യേകത തന്നെ ഇത് ഏറ്റവും നൈസായിട്ട് തകിടാക്കാൻ പറ്റും. അതിൻ്റെ തിളക്കം ഒരിക്കലും പോകത്തില്ല, തിളക്കം മങ്ങത്തില്ല. മങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കരിയോ എന്തെങ്കിലും പുറത്തും മങ്ങിക്കഴിഞ്ഞാലും അത് തുടച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയാൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളിയുള്ള ചെമ്പ് ആവരണം അവിടുന്ന് കൊണ്ടുപോയി അത് യഥാർത്ഥത്തിൽ ഈ റോയൽ ദ്രാവകം എന്ന് പറയും, ആസിഡിൻ്റെ ഒരു മിക്സിംഗ് ആണത്. അതിനകത്ത് ഇട്ടപ്പോഴത്തേക്ക് ഈ സ്വർണം കംപ്ലീറ്റ് പോയി, ചെമ്പ് മാത്രമായി. അതിൻ്റെ പുറത്ത് 1-2 പവൻ കൊണ്ട് സ്വർണ്ണം അങ്ങ് പൂശി. അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്, സ്വർണം പ്ലേറ്റ് ചെയ്തതാണ്. പാളി വേറെ, പ്ലേറ്റ് വേറെ. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാനാണ് നമ്മളെ ഇത് അറിഞ്ഞുകൂടാത്ത ചില മീഡിയക്കാരും കൂടെ ശ്രമിക്കുന്നത്. പാളി വേറെ, പൂശുന്നത് വേറെ. പൂശിയ സ്വർണം നമുക്ക് അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ വലിയ പാളി കൊണ്ടുപോയിട്ട് പൂശിയ പാളി ഉരുക്കിയെടുത്തതിന് ശേഷം ആ സ്വർണ്ണം അങ്ങ് മാറ്റി. എന്നിട്ട് അതിൻ്റെ പുറത്ത് 1-2 പവൻ വെച്ചിട്ട് ഈ സ്വർണ്ണം അങ്ങ് പൂശി. ആകപ്പാടെ അതിനകത്ത് 2-3 പവനായിരിക്കും പൂശിക്കുന്നത്. ഈ പൂശിയത് വീണ്ടും നമ്മൾ റോയൽ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, ദ്രാവകത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും അതിനകത്തുനിന്ന് സ്വർണ്ണമൊന്നും കാണത്തില്ല കാര്യമായിട്ട്. കാര്യം അതിനകത്തുനിന്ന് പിന്നെ വേർതിരിച്ചെടുക്കുന്ന സംഭവിക്കുന്നതല്ല. അപ്പോൾ വീണ്ടും ഈ ഒരിക്കൽ പൂശിയ ചെമ്പ് പോയപ്പോഴത്തേക്ക് വീണ്ടും ആ ചെമ്പിൻ്റെ പുറത്ത് പൂശിയ സ്വർണം കാലഹരണപ്പെട്ട് പോയപ്പോഴത്തേക്ക് നമ്മളറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ വരവെന്ന് പറയും. അതായത് സ്വർണം പൂശിയ ഗ്ലിറ്ററിങ് ഉള്ള സാധനത്തിലാണ് ഒരു വരവെന്ന് പറയുന്നത്. അത് 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വർണത്തിൻ്റെ കോട്ടിങ് പോവും. അപ്പോഴത്തേക്ക് വീണ്ടും പൂശും. അപ്പോൾ
എനിക്ക് തോന്നുന്നത് 2018 19 ഉണ്ടാക്കിയ സ്വർണം ആ സമയത്തുള്ള ആൾക്കാരെടുത്തിട്ട് ഇതിൻ്റെ ചെമ്പ് പാളിയുടെ പുറത്തുള്ള സ്വർണ്ണപ്പാളി ഇവർ ഉരുക്കി അങ്ങ് എടുത്ത് മാറ്റി. എന്നിട്ട് അത് വർഷാവർഷം എന്നിട്ട് ഈ 40 വർഷത്തേക്ക് ഗ്യാരണ്ടി കൊടുത്തേക്കാണ്. എനിക്കറിയത്തില്ല നമ്മൾ വാങ്ങിക്കുന്ന സ്വർണ്ണത്തിന് ആരെങ്കിലും 40 വർഷത്തേക്ക് വാറണ്ടി വരുമോ? അതും ഒരു സ്പോൺസർ വന്ന് ഇളക്കിക്കൊണ്ട് പോവുകയാണ്. അതെ, സ്വർണ്ണത്തിന് 40 വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര തമാശയായിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്വർണ്ണം ബാങ്കുകളിൽ നിന്ന്. അപ്പോൾ ഈ ഇരിക്കുന്ന ദേവസ്വം ബോർഡിൽ ഇരുന്ന ഉണ്ണാക്കന്മാരെ പറ്റി എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? സാധാരണ നമ്മുടെ ബാങ്കുകളിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോഴേ ഇവനൊക്കെ പാർട്ടി സമ്മേളനം നടത്തിയല്ലാതെ ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരമില്ല. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പൻ്റെ മുമ്പ് എന്ന് പ്രാർത്ഥിക്കുന്നവർ ആ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തും മന്ത്രിയുടെ തലത്തൊക്കെ ഇരുന്ന്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ശബരിമല അന്ന് ആ വീഡിയോ ചെയ്തപ്പോഴത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു, ശബരിമലയിൽ ഇന്ന് വരെ ദേവസ്വം ബോർഡ് മന്ത്രിമാരായിട്ടിരുന്നവരുടെ മുഴുവൻ രാഷ്ട്രീയ ഭാവി അവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട് ഇന്ന് വരെ. കടന്നപ്പള്ളി രാമേന്ദ്രൻ ഒഴിച്ചിട്ട് നിങ്ങൾ ഏത് പേര് പറഞ്ഞാലും ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ബാക്കി എന്താണ്. സുധാകരനായാലും ശരി തന്നെ, അപ്പോൾ കടകംപള്ളി ആയാലും ശരി തന്നെ, VS ശിവകുമാർ ആയാലും ശരി തന്നെ. നമ്മൾ ഈ ഇദ്ദേഹത്തിന് പോയിട്ട് നമ്മുടെ അപ്പോൾ പലരും ചോദിച്ചു അത് കടന്നപ്പള്ളി രാമേന്ദ്രന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു കടന്നപ്പള്ളി രാമേന്ദ്രന് ഒരു കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിരൽ മുറിച്ച് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ കൊടുത്തേക്കാണ് വേണ്ട പേപ്പറുകളിലൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങേർക്ക് വരത്തില്ല. ബാക്കി ഈ ദേവസ്വം ഭരിച്ച എല്ലാ മന്ത്രിമാരും അവരുടെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിച്ചു. ഞാൻ ആദ്യം അനുഭവിച്ചു, അപ്പോൾ സുധാകര സഖാവ് അടുത്ത് മുഖ്യമന്ത്രി ഇരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഇപ്പം അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പോൾ പറഞ്ഞു കടകംപള്ളി ഇതാണ്ട് ഷിപ്പിങ്ങും കൂടെ എടുത്തിട്ട് വലിയ മന്ത്രിയായി. ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം. അത് രണ്ടും പോയി പറഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വപ്നയുടെ വിശദ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പറഞ്ഞു വാസവൻ താണ്ട നല്ല സ്ട്രോങ് മന്ത്രിയാണ്. വാസവൻ നീ എന്നാ ജയിലിൽ പോകേണ്ടതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ ഈ വാസവൻ എന്ന് പറയുന്ന ആൾ ജയിലിൽ പോയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ ഈ ശബരിമലയിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. കാര്യം ഈ ഒരു ആളറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഈ ദൈവതുല്യൻ എന്ന് പറയുന്ന ആൾ, ഈ മന്ത്രിമാർ തന്നെയാണ് അവരെ ദൈവതുല്യർ എന്ന് പറയുന്ന ആൾക്ക്. അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇന്ന് വരെ നടന്ന മന്ത്രിമാർക്കെല്ലാം ഇതാണ് അനുഭവമെങ്കിൽ കാർത്തികേയൻ ഇരുന്നപ്പോഴത്തേക്ക് കാർത്തികേയൻ മന്ത്രിയായി ഇരിക്കെ തന്നെ മരിച്ചുപോയി. അന്നാണ് സ്റ്റാമ്പീഡ് ഉണ്ടായത്. കാർത്തികേയൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ് ശബരിമലയിൽ ഒരു മകരവിളക്കിന്റെ ദിവസം തിക്കും തിരക്കുമുണ്ടായി, മരണമുണ്ടായി, അദ്ദേഹം മരിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം അപ്പോഴല്ല മരിക്കുന്നത്, സ്പീക്കറായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് മരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ആ പദവി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനും ഏകദേശം അതിന് ശേഷമൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം, ഒരു തവണ ജയിച്ചു. ഞാൻ പറയുന്നത് ഈ ശബരിമലയിൽ നടന്ന സംഭവത്തിൽ ഒന്നാം പ്രതിയാക്കേണ്ടത് അവിടുത്തെ മേൽശാന്തിയായിരുന്ന ഉദ്യോഗസ്ഥനെയാണ്. അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ആര് വന്ന് ഇളക്കിയെന്നും ആര് കൊണ്ടുപോയെന്നും ആര് കൂട്ടുനിന്നെന്നും ആര് മാസ്റ്ററിൽ ഒപ്പിട്ടെന്നും എല്ലാം അദ്ദേഹം പറയും. പക്ഷെ മേൽശാന്തിയുടെ മൊഴി എടുത്തതായിട്ട് ഇല്ല, കേട്ടതുമില്ല. മൊഴിയല്ല എടുക്കേണ്ടത്. അവിടെ ഒരു മോഷണം നടന്നതിന് ശേഷം അവിടുത്തെ അയാളിൽ നിന്ന് മൊഴിയെടുക്കുകയും അയാൾ അബറ്റിംഗ് ആണത്. അയാൾ അറിയാതെ അല്ല ഇത് നടന്നിരിക്കുന്നത്. അയാൾ കണ്ടുകൊണ്ടും അയാൾ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ആകെ അയാൾ മുമ്പുള്ള ഒരു ഒഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മാപ്പ് സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ഇന്നാരെടുത്തുകൊണ്ട് പോകുന്നു ഞാൻ കണ്ടു എന്നെ മാപ്പാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മാപ്പ് സാക്ഷിയാക്കാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കീഴ്ശാന്തിയായിട്ട് വന്നതാണ്. അപ്പോൾ കീഴ്ശാന്തിമാരെന്ന് പറഞ്ഞാൽ മേൽശാന്തി രാത്രി നട അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ ഇറങ്ങുമ്പോൾ വിഗ്രഹം കഴുകി വൃത്തിയാക്കി അതിനകത്തെ നിവേദ്യവും ഒക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്ന ജോലി മാത്രമാണ് എൻ്റെ അറിവിൽ കീഴ്ശാന്തിക്കുള്ളത്. അല്ലാതെ പൂജ ചെയ്യാനോ മറ്റു യാതൊരു അധികാരമോ അവകാശമോ പരികർമ്മി മാത്രമാണ്. അതായത് മേൽശാന്തിയുടെ ജോലി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ വൃത്തിയാക്കുക, അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി നൽകുക, അത് മാത്രമാണ്. അല്ലാതെ അതിനകത്തേക്ക് പോലും പ്രവേശനമില്ല. അയ്യപ്പൻ്റെ വേറൊരു മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുത്ത ആൾ തിരുവനന്തപുരത്ത് നിന്ന് പിണറായി ദൈവത്തെ വടങ്ങിയിട്ടാണ് പോയത്. എന്താണോ പറഞ്ഞയച്ചതെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. ഞാൻ പറയുന്നത് 2019 ശേഷം അല്ല 1999 ശേഷം ശബരിമലയിലെ മേൽശാന്തിയായിരുന്ന ഓരോരുത്തരെയായിട്ട് ഈ 24 പേരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് പറയും. ഈ പൂണൂല് കണ്ട് പേടിക്കുന്ന പോലീസുകാരനല്ല ഈ H. വെങ്കടേഷ് സാറെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇനി അഥവാ അങ്ങനെ ഒരു പേടി തോന്നുകയാണെങ്കിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് വേറെ ഈ ജോലി അറിയാമെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഹിന്ദു സമുദായത്തിലല്ല, അതുകൊണ്ടാണ് അവരെ ആ പണി ഏൽപ്പിക്കാത്തത്. ഈ കോടതിക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഹിന്ദു സമുദായത്തിൽ ഇല്ലാത്ത കുറച്ച് പേരെയും കൂടെ ചിലപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ
മേൽശാന്തിക്ക് മാത്രമല്ല ഈ SITയുടെ ചെയർമാനും ഇതൊരു വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കോടതി കഴിഞ്ഞ തവണ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 3-ാം തീയതി വരുമ്പോഴത്തേക്ക് ഇതിൽ ഉൾപ്പെട്ട ഒരാളും എല്ലാവരെയും ഞങ്ങൾക്ക് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ല, അവരെല്ലാം ജാമ്യമായിട്ട് ഇവിടെ വന്നിരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു ജയശ്രീ തന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ആൾ മുൻകൂർ ജാമ്യാപേക്ഷ ആയിട്ട് കോടതിയിൽ നിൽക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഗവൺമെൻറ് അവരെ നീക്കിക്കൊണ്ടുവരികയാണ്. അവർ പിടിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം തത്ത പറയും പോലെ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം ഇതുവരെ കളിച്ച കളിയെല്ലാം പിണറായിയും BJPയും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ SIR നടപ്പിലാക്കുന്നതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ 3 ബഹുമാന്യരായ 3 പേര് ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ പറഞ്ഞാൽ ഇതിവിടെ വേണ്ട, നമ്മൾ സുപ്രീം കോടതിയിലെല്ലാം പറഞ്ഞു. സുപ്രീം കോടതി ചെന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതിയിൽ പോയ ആൾക്കാർ ആരൊക്കെയാണെന്ന്, ഒന്ന് CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, 2 KPCC പ്രസിഡന്റ്, അത് ഹിന്ദു, പിന്നെ ഒരു ക്രിസ്ത്യാനി, പിന്നെ ഒരു മുസ്ലിം കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഈ 3 പേരും കൂടെ സുപ്രീം കോടതിയിൽ പോയിക്കാൻ എന്തിനാ? SIR നടപ്പിലാക്കല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട്. ശബരിമലയിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് ആ കേസിൽ ഒരു ഹർജിയിൽ കക്ഷി ചേരാൻ അവർ കേരളത്തിന്റെ അവസ്ഥയിൽ അതിൽ പോകാൻ അവർക്ക് നേരമില്ല. കേരള ഹൈക്കോടതിയിൽ പോകാൻ നേരമില്ല. അവർക്ക് ഡൽഹി സുപ്രീം കോടതിയിൽ പോയിട്ട് SIR നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മാന്യന്മാർക്കൊക്കെ ഒരുപാട് സമയമുണ്ട്, പൈസയുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. എന്നിട്ട് ആ കോടതി പറഞ്ഞെന്താ, 2-ാം തീയതിക്ക് മാറ്റി വയ്ക്കുക. 2-ാം തീയതി പറയുമ്പോഴത്തേക്ക് ഇന്ന് തീയതി 2 പിന്നെ 2 ഞായറാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിയും. പിന്നെ വേണമെങ്കിൽ അവരൊരു 11-ാം തീയതിക്ക് കേസ് വീണ്ടും മാറ്റി വയ്ക്കും. ഇവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്, ഹർജി പറഞ്ഞിരിക്കുന്നത് ഇലക്ഷനും തദ്ദേശ ഇലക്ഷനും SIRഉം ഞാൻ പറഞ്ഞത് ഇലക്ഷൻ അത് സ്റ്റേറ്റ് സർക്കാരിന്റെ കാര്യം. അത് ചീഫ് സെക്രട്ടറി പോയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പോയിട്ടുണ്ട്. ഇതിൽ കക്ഷി ചേർന്ന് പോയ 3 മാന്യന്മാരാണ് ഇവർ, 3 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ. ഈ ചീഫ് സെക്രട്ടറി പോയതിനാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരെ ജോലി അവർ ചെയ്യട്ടെ. ഇവർ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഈ SIRന്റെ ഫോം പൂരിപ്പിക്കുന്നതും രണ്ടും കൂടെ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ്. അതാണ് 2-ാം തീയതി മാറ്റി വെച്ചത്. 9-ഉം 11-ഉം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിയും. അപ്പോഴേക്കും പിന്നെ അതിന്റെ പ്രസക്തി അല്ല. കോടതി അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ചെയ്തത്. ഇനി അവർക്ക് ആകെ പോകാൻ പറ്റുന്നത് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് മാറ്റി വെച്ചത്. ഇനി പോയിരുന്നത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. അതെടുക്കുകയാണെങ്കിൽ അടുത്തൊരു 4 വർഷം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ സുപ്രീം കോടതി ഒരു ബെഞ്ച് പറയുന്ന വിധി അടുത്ത ബെഞ്ച് തിരുത്തുന്നു. അത് ഈ നമ്മുടെ രാഷ്ട്രപതി റഫറൻസ് എടുക്കാം. മോശമായ കാര്യമാണ്. സിംഗിൾ ബെഞ്ചാണ്, ഇത് ഡിവിഷൻ ബെഞ്ചാണ്. അല്ല, അത് മോശമായ കാര്യമാണ്. ഒരു ബെഞ്ച് എടുക്കുന്ന തീരുമാനം നല്ലതല്ലെന്ന് അടുത്ത ബെഞ്ച് വിധിക്കുന്ന രീതിയിലേക്ക് സുപ്രീം കോടതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇനി ഏതാണ്ട് ഒരു ബെഞ്ച് എടുക്കുന്ന തീരുമാനം, ഒരു ബെഞ്ചിന്റെ ഉത്തരവ് അടുത്ത ഒരു ഭരണഘടനാ ബെഞ്ചിലേക്കോ ഡിവിഷൻ ബെഞ്ചിലേക്കോ പോയാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പണ്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അത് നല്ലൊരു ഇന്നലെ സുപ്രീം കോടതി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആധാർ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇതും കൊണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട് വരല്ലെന്ന്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും കൊണ്ട് വരല്ലെന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് കേരളത്തിൽ പല പാർട്ടികളും വ്യാജമായിട്ട് ആധാർ കാർഡ് ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ സുപ്രീം കോടതിയിൽ പോയവർ ഈ ആധാർ കാർഡ് എന്തുകൊണ്ട് നമ്മുടെ വോട്ടർ പട്ടികയായിട്ട് ബന്ധിപ്പിക്കാൻ ഇത്ര പാടെന്താ? അപ്പോൾ ഈ കള്ളവോട്ട് ഇതിന് 3 കക്ഷികളും ഒരുമിച്ചുണ്ട്, ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് തന്നെ പോകും. അതിനാണ് SIR 2002 പട്ടികയിലില്ലെങ്കിൽ വ്യക്തമായ ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും. ആധാർ അടക്കം ഉള്ള കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. പിന്നെ ഹിയറിംഗിന് ഹാജരായാൽ മാത്രമേ SIRൽ അടുത്ത ഈ 2026 ജനുവരിയിൽ പുറത്തിറക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ശബരിമലയിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഹൈക്കോടതി നടത്തുന്ന SIT വഴി നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിക്കും അത് ബുദ്ധിമുട്ടാവും, SITക്കും അത് ബുദ്ധിമുട്ടാവും. അതൊരു ദേശീയ പ്രശ്നമായിട്ട്. കാര്യം ഇത് ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു കാര്യമല്ല. തമിഴ്നാട്ടിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും ആന്ധ്രയിൽ നിന്നായാലും തെലുങ്കാനയിൽ നിന്നായാലും 4 സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തന്മാർ ഒഴുകുകയാണ്.
അവരുടെ വികാരങ്ങൾ മാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അവരുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശബരിമല എന്ന ഒരു സാധനം തന്നെ ഇല്ലാതാകാനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ വിചാരണയിൽ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അവിടെ ഇരിക്കുന്ന വിഗ്രഹം തന്നെ ഒറിജിനലാണോ എന്നൊരു സംശയം ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ആ ശബരിമലയുടെ തന്ത്രിയെ പറ്റിയിട്ടും മന്ത്രിയെ പറ്റിയിട്ടും മേൽശാന്തിയെ പറ്റിയിട്ടും ഒക്കെ കോടതിക്ക് അത്രയ്ക്ക് ബഹുമാനമാണ് നമ്മൾ ആ ഒരു സൂചനയിലൂടെ കണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിഗ്രഹ കള്ളക്കടത്തിൻ്റെ ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് ഹൈക്കോടതി പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലെത്താത്ത ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്തുന്നത്, ശബരിമലയിലെ മേൽശാന്തിമാരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ അവിടെ എന്താണ് നടന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടും. 24ഓളം പേരുണ്ട്, 24 പേരും അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. ഇത് വർഷാവർഷം സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ഈ ചെമ്പ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണപ്പാളി മാറ്റിയിട്ട് ചെമ്പാക്കി സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും സ്വർണം പൂശിയിട്ടുണ്ട്, എല്ലാ വർഷവും സ്വർണം പൂശിയിട്ടുണ്ട്. അപ്പോൾ ഈ തന്ത്രിമാരും അറിഞ്ഞിട്ടുണ്ട്, മേൽശാന്തിമാരും അറിഞ്ഞിട്ടുണ്ട്. തന്ത്രിമാർക്ക് സ്ഥാപിത താല്പര്യം കാണും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പല മേൽശാന്തിമാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ആ ക്ഷേത്രങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. അവർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ അവരതിന് അക്കൗണ്ടബിളാണ്. അഥവാ ഇനി റിട്ടയർ ചെയ്തവരാണെങ്കിൽ പോലും ശബരിമലയുടെ എന്താണ് നടന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന 25 പേര് നമ്മുടെ മുമ്പിലുണ്ട്. അവരിലേക്ക് ഇത് അന്വേഷണം നീണ്ടാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സത്യം പുറത്തു വരുള്ളൂ.